നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൂസ് ടോക്ക് ഇന്ന് നമ്മള് കേരളത്തിനും ഇന്ത്യക്കും പുറത്തുള്ളൊരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും എന്നാലും നമുക്ക് അതിനെ നമ്മൾ കേരളം താരതമ്യപ്പെടുത്തും. അതിന് മുന്നോടിയായി തന്നെ നമ്മുടെ രാജ്യത്തെ കാര്യം കൂടെ ഒന്ന് പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മൾ ഇന്നലെ ലൂസ് ടോക്ക് ചർച്ച ചെയ്തതാണ്, എങ്കിലും അത് പറയാതിരിക്കാൻ കഴിയില്ല. നാളെയാണ് അവസാന ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം. അതെ, അതിലുപരി ഇനി കൃത്യം ഒരാഴ്ച പോലും ഇല്ല അടുത്ത ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടിയുള്ള. അല്ല, ഒരു ദിവസം 4 ദിവസം, ചൊവ്വാഴ്ച, നാളെ ശനിയാഴ്ചയല്ലേ, ഞായർ, തിങ്കൾ, ചൊവ്വ, 3 ദിവസമേ ഉള്ളൂ. ഇപ്പം എല്ലാവരും അതിന്റെ ഒരു ആവേശത്തിലുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ വാർത്താ ചാനലുകളെല്ലാം ആൾക്കാർ എന്തറിയണം എന്നുള്ള ആകാംക്ഷയുടെ മറ്റൊരു വശത്ത് എല്ലാവരും നമ്മൾ വഴിക്കണ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് വല്ല കണക്കുണ്ടോ, എല്ലാവരും ചോദിക്കും. എല്ലാവർക്കും ഇപ്പോഴേ തന്നെ ഒന്ന് അറിയണം. ഏറ്റവും ആദ്യം ഇപ്പൊ എല്ലാവരും അവകാശവാദമായിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കൃത്യമായി പറയും. എന്തായാലും ഇലക്ഷൻ ഒന്നാണ്, അവസാനം ഒരു വിധിയും ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ കാത്തിരിക്കണം. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പം മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പം മത്സരമാണ്. അതെ, അതിന് മുന്നോടിയായി തന്നെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇലക്ഷനേക്കാൾ ഒരുപാട് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതെ, നമ്മൾ നോക്കുക. കാരണം അദ്ദേഹം ഒന്ന് ധ്യാനത്തിരിക്കുന്ന മൊത്തം വാർത്താ കണ്ണുകളും അവിടെയാണ്. അത് വാർത്താ മാധ്യമങ്ങൾ ഒന്നും തന്നെ അടുപ്പിച്ചിട്ടുമില്ല കന്യാകുമാരിയിൽ. അത് മാത്രമല്ല, അതീവ സുരക്ഷ, അതീവ ജാഗ്രതയിലാണ് അവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു മാധ്യമം പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കൾ അഴിക്കുന്ന ചിത്രങ്ങൾ രാഷ്ട്രീയതാക്കൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, ആർക്കുമില്ല, മാധ്യമങ്ങൾക്കും ആർക്കുമില്ല. അവിടെ പോലീസ് കനത്ത സുരക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിനിടയിൽ പോലും ആ ഒരു ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നരേന്ദ്രമോദിയും ധ്യാനവും. മോദി ഇപ്പോ ഇന്നത്തെ വാർത്തകളിൽ കണ്ടത് മോദി കുടിച്ചത് ചൂടുവെള്ളം മാത്രം, മറ്റേ കാവ്യ അടിഞ്ഞ് നിലത്ത് കിടന്നു, അങ്ങനെ രീതിയിൽ ഇപ്പോഴും എവിടെയും മോദി പേരുകൾ മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ നടക്കാനിരിക്കുന്നേ ഉള്ളൂ നാളെ. ഇപ്പോഴും ആ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സംഭവമാണ്. മറ്റ് ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ലാതാവുകയും ചെയ്യുന്നു. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ, മോദി എന്നൊരു ഇമേജിനെ വിറ്റ് അവര് പരമാവധി അവസാന നടത്തുകയാണ്. അത് ഒരു പരിധിവരെ അവർ വിജയിക്കുന്നതിനാണ് നമുക്ക് വിശ്വാസം. കാരണം നരേന്ദ്രമോദി എന്നൊരു ബ്രാൻഡ്, ആ ബ്രാൻഡ് അത് ആയിക്കഴിഞ്ഞു. അത് അദ്ദേഹം എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു ഫലം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നാളെ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കന്യാകുമാരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും അത് പല ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു പുണ്യസംഖ്യതാണ്. നമ്മൾക്ക് പുണ്യസംഖ്യ സ്ഥലമാണ്. പക്ഷേ നമ്മളെക്കാളും ഒരു പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ടൂർ പോകുന്ന ഒരു രീതിയിൽ പോകും കന്യാകുമാരിയിൽ. അവരാകുമ്പോൾ ആ ഒരു ഭക്തിയോടുകൂടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം ഇത് ദേശീയ രാഷ്ട്രീയത്തിലോ അന്തർദേശീയ തലത്തിലോ തന്നെ വലിയ ശ്രദ്ധ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. എന്തായാലും നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ നാളെയാണ് ധ്യാനം അവസാനിക്കുന്ന ദിവസം. നാളെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് വിഷയം നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകളാണ് ലൂസ് ടോക്ക് കടന്നു വന്നത്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ട്രംപിന്റെ കാര്യം. ഒരു സമയത്ത് എല്ലാ സമയത്തും ട്രംപ് എന്നൊരു പേര് വാർത്താ തലക്കെട്ടുകൾ എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും ആ ഒരു പേര് വന്നിരിക്കുകയാണ്. ട്രംപിനെതിരെ ഇപ്പം നടപടി വന്നിരിക്കുകയാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തി. 34 കേസാണ്. 34 കേസുകളിലാണ്. അതായത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് നേരിടുന്ന ഒരു ആദ്യത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇടം നേടുന്നത്. ട്രംപ് അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അമേരിക്കയിലെ ജനത ആകപ്പാടെ അവർ അമ്പരപ്പിലായിരിക്കാം. കാരണം ട്രംപ് മത്സരിക്കാൻ പോകുന്നുണ്ട്. അതാണ് വീണ്ടും അമ്പരപ്പുണ്ടാവുമെന്ന് അറിയില്ല. കാരണം ട്രംപിനെ കുറിച്ച് എല്ലാവർക്കും ജീവിതം ഇതുപോലെ ആഘോഷിച്ച ഒരു പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ മൊത്തം ഒരു നേതാവ്, ലോക നേതാവ് ഉണ്ടാവും നമുക്ക് സംശയമാണ്. കാരണം അത്രയധികം രീതിയിലാണ് ആസ്വദിച്ചത്. ബിസിനസ് രംഗത്ത് നിന്ന് വളർന്ന് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പടർന്ന് പന്തലിച്ച് അവിടെ നിന്ന് പ്രസിഡന്റ് പദവിയിലെത്തി സ്വാധീനവും പവറും ഒക്കെ നേടിയ ഒരു വലിയ വ്യക്തിയായിട്ടാണ്. ഈ ലോകത്ത് അദ്ദേഹത്തിന് കെട്ടിടങ്ങളില്ലാത്ത രാജ്യങ്ങൾ ചുരുക്കമാണെന്ന് പറയും. ഇന്ത്യയിൽ പോലും കെട്ടിടങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബോംബെയിലോ മറ്റോ ഉണ്ടെന്നാണ് കേട്ടത്. സത്യമാണെന്ന് അറിയില്ല. ഏതായാലും അത്രയും വലിയൊരു ധനികനായ ഒരാൾ. പക്ഷേ അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ വിവാദങ്ങളായിരുന്നു അദ്ദേഹത്തിന്. അത് പ്രധാനമായും മറ്റവരുടെയും പേരിൽ ഈ സാമ്പത്തിക ആരോപണങ്ങളോ മറ്റോ വരെയാണെങ്കിൽ ഇതിന്റെ പേര് മുഴുവൻ ലൈംഗിക ആരോപണങ്ങളായിരുന്നു. എല്ലാ പ്രശ്നമായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് നമ്മൾ എല്ലാവരും വിമർശിക്കുന്ന രാജ്യം, അല്ലെ ബൂർഷ രാജ്യം, കുത്ത രാജ്യം, മുതലാളിത്തം എന്നൊക്കെ പറയുന്ന ആ രാജ്യത്ത് അവിടുത്തെ മുൻ പ്രസിഡന്റ് അദ്ദേഹം ചെയ്ത അത്ര ഗുരുതരമായ തെറ്റല്ലാത്ത ഒരു തെറ്റിന് പോലെ അതെ അത് അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജൂലൈ 11-ാം തീയതി വിധി പ്രഖ്യാപനം വരും കോടതിയിൽ നിന്ന്. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ ഇത് കണ്ടുപിടിക്കേണ്ടതാണ്. അതെ, ഇവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഇവിടത്തെക്കാൾ പ്രതിയോഗികൾ കൂടുതലാണ് ട്രംപിനുള്ളത്. ഏതൊക്കെ രാഷ്ട്രീയ ആയുധമാക്കാം. പക്ഷേ എങ്കിലും അവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു വലിയ വലിയ ശക്തികളാണ് ട്രംപിനൊപ്പം ഉള്ളത്. കാരണം ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പയർ ചെയ്യണമെങ്കിലും അവിടെ ട്രംപിനൊപ്പമുള്ള ശക്തികൾ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇലോൺ മസ്ക് വരെ ഇപ്പം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഉപദേഷ്ടാവാകും, അടുത്ത ഭരണം കിട്ടിയാൽ അതെ ഉപദേഷ്ടാവും സാമ്പത്തിക ഉപദേഷ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ നോക്കുക, നമുക്ക് ഒരു എന്താ പറയുക, ലോകത്തിനെ വാങ്ങാൻ ശേഷിയുള്ള ഒരു അത്രയൊരു പവർ ഉണ്ട്. എന്നിട്ട് അതൊന്നും അല്ല, ട്രംപ് ഇവിടെ നിസ്സഹായനാകുകയാണ്. ഇത്രയും പണവും സ്വാധീനവും പവറും എല്ലാം ഉണ്ടായിട്ട് പോലും ഇവിടെ നിയമത്തിന് മുന്നിൽ നിസ്സഹായനാണ്. ഇപ്പം ബൈഡൻ പറഞ്ഞ കാര്യം, ഇപ്പൊ എതിരാളിയാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുക, നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ല. കറക്റ്റ് ആണത്, അത് വ്യക്തമായിട്ടൊരു ഇതാണ്. അവിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് എന്നോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോ ഒന്നുമില്ല. അവിടെ കറക്റ്റ് കാര്യം നടക്കുന്നുണ്ട്. അതേസമയം ഇവിടെ വരുമ്പോ ഇവിടെ ഒരു ലോക്കൽ നേതാവിനെ പോലെ കൊലക്കുറ്റം ചെയ്താലും സുഖമായിട്ട് ഊരി പോകാന്നുള്ള നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം വരാം. അതിനു മുമ്പ് സാധാരണ നമ്മളിപ്പോൾ എല്ലാവരും ഇന്ന് ഇങ്ങനെ ഒരു കുറ്റക്കാരനെന്ന് കണ്ടപ്പോൾ ഇതെന്തായിരിക്കും ഇദ്ദേഹത്തിന് ശിക്ഷ കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ള കാര്യം നമ്മളിങ്ങനെ ഈ ഇൻ്റർനാഷണൽ സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ അത് കാണുന്നത്, ഇദ്ദേഹം ചെയ്ത ഈ കുറ്റങ്ങൾക്ക് ഒരു 4 വർഷം തടവ് ശിക്ഷ വിധിക്കാന്നുള്ള കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 4 വർഷം. ഇതിൽ ഈ 4 വർഷം അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചാൽ അത് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമോ, അതല്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ വീട്ട് തടങ്കലായിരിക്കുമോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ അത്രയും അവിടെ അമേരിക്കയിൽ. ചിലപ്പം വീട്ടിൽ ഇരുന്നാൽ മതി. പക്ഷേ ആ സമയത്ത് ട്രംപ് നിരീക്ഷണത്തിലായിരിക്കും. അദ്ദേഹം എനിക്ക് തോന്നുന്നു CCTV ക്യാമറ എല്ലാം വെച്ച് അദ്ദേഹം സർക്കാരിൻ്റെ അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെയൊക്കെ നിരീക്ഷണത്തിലായിരിക്കാം. പിന്നെ അദ്ദേഹത്തിന് 77 വയസ്സ് കഴിഞ്ഞു. 77 വയസ്സ് കഴിഞ്ഞ ഒരു മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടാനുള്ള സാധ്യതകളെ സംഭവം നടക്കുന്നത് വർഷം മുമ്പാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം എന്താണ്, നമുക്കറിയാം അദ്ദേഹം വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളാണ്. അദ്ദേഹം കോടതിയിൽ നിന്നുകൊണ്ട് ജഡ്ജിൻ്റെ അടുത്തെല്ലാം അവരുടെ ജഡ്ജിമാരുടെ പാനലിനോടൊക്കെ അദ്ദേഹം ചൂടാവുന്നുണ്ടില്ലേ. അതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇനി ഒരു കോടാലിയാവുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം കോടതി നമ്മളെവിടത്തേലും കോടതി നമ്മുടെ ബഹുമാനത്തോടെ തന്നെയാണ് പെരുമാറേണ്ടത്. അവിടെ പോയി ഈ ബഹളം വയ്ക്കുക എന്നൊക്കെ പറയുന്നത് പലതവണ അദ്ദേഹം കോടതിയിൽ ബഹളം വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രശ്നമാകാൻ സാധ്യത ഉണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും അമേരിക്കൻ ജനത അത് ആകാംക്ഷയോടെ നോക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പം കോടതി വിധി വരുന്നത് വരെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിൽ വിലക്കില്ല, നടത്താം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ശിക്ഷ കിട്ടിയാൽ സംഗതി നടക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഈ ഒരു കേസിന് ആസ്പദമായ ഒരു സംഭവം വരുന്നത് ഇപ്പോൾ എനിക്ക് 2016 ഇലക്ഷൻ, ആ ഒരു പ്രസിഡന്റ് ഇലക്ഷൻ സമയത്താണ് വലിയ വിവാദങ്ങളിലൊക്കെ വന്നത്. അന്ന് സ്റ്റോമി ഡാനിയൽസ് എന്ന് പറഞ്ഞ പോൺ സ്റ്റാർ, അപ്പം അവരുടെ ഒരു നീക്കമാണ് വലിയ രീതിയിൽ ചർച്ചയായത്. അന്ന് ഇപ്പം മാധ്യമങ്ങളൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കാര്യം അറിയുകയും ഇതല്ലാത്ത രീതിയിൽ വന്നു. അപ്പോൾ ഇത് ഒരു പിന്നീട് അത് അവരുടെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്തോ ഒരു ഡിസ്ക്ലോറേഷൻ എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ട്രംപിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം അതിൽ ഒരാൾ മാത്രമാണ് ഈ ഒരു സ്റ്റോമി ഡാനിയൽസ് എന്ന് പറയുന്നത്. ബാക്കി എത്രയോ പേര് ഇതുപോലെ പല ആരോപണങ്ങളായിട്ട് പല സ്ത്രീകളെ കാശ് കൊടുത്ത് ഒതുക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതെ, $130,000 മില്യൺ കൊണ്ടാണ് പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 1 കോടിയോളം രൂപ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അത്രയും രൂപ മുടക്കിയതും അതാണ് പ്രധാനപ്പെട്ട ഒരു ശിക്ഷയായിട്ട് വന്നിരിക്കുന്നത്. അതായത് ബിസിനസ് ഇതിനകത്ത് മാറ്റി തിരിച്ച് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്തൊരു സംഭവം വന്നത്. അപ്പം നമ്മൾ അതാണ് നോക്കേണ്ടത്. ഇവിടെ പണം കൊടുത്ത് ഇപ്പം ഒഴിവാക്കാൻ നോക്കിയിട്ട് അതൊരു കോടാലിയായിട്ട് തന്നെ ട്രംപിനെ വന്നിട്ടുണ്ട്. അതെ നമ്മുടെ ഇക്കരെ ഓർക്കണം, നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് കുറച്ചാളും അദ്ദേഹത്തിന് ട്രാഫിക് റോഡ് തെറ്റിച്ചെന്ന് പറഞ്ഞ് പഴയടിച്ച് അദ്ദേഹത്തിന്. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇന്ത്യയൊക്കെ പോട്ടെ, നമ്മൾ കേരളത്തിലെ കാര്യം നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഉത്തരേന്ത്യ നോക്കി കുറ്റം പറയും, ഉത്തരേന്ത്യയിൽ അവിടെ എന്ത് സംഭവിക്കും നമ്മൾ പണ്ട് പറയും. ഇവിടെ നടക്കുന്ന അതിനേക്കാളും വലിയ സംഭവങ്ങളല്ലേ. നമ്മുടെ അന്ന് മുഖ്യമന്ത്രി അകമ്പടിക്കാർ എന്താണ് പ്രതിരോധം തീർത്തത്, എന്താണ് വാക്ക് പറയുന്നത്, രക്ഷാപ്രവർത്തനം നടത്തി അടിച്ച് മറ്റേ ഗൺമാനെല്ലാം കൂടെ ഇറങ്ങി അവിടുത്തെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരെ ഭീകരമായി തല്ലിയിട്ട് അവർ മൊഴിയെടുത്ത് തന്നായിരുന്നു എത്രയോ കാലത്തിന് ശേഷം. പിന്നെ നമ്മുടെ മേയറുടെ ബസ് തടഞ്ഞ യാത്ര, അതിനിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഡ്രൈവറുടെ പേരിൽ എങ്ങനെയൊക്കെ കുറ്റം ചുമത്താമെന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ് നമ്മുടെ സർക്കാരും പോലീസും ഒക്കെ തന്നെ. അതെ, നമ്മൾ പലപ്പോഴും എല്ലാ രാജ്യങ്ങളും മാതൃകയാക്കുന്നത് അമേരിക്കയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഇവരിപ്പം ഇടതുപക്ഷം പറയുന്നത് അവര് മൂരാച്ചികളാണ്, ബൂർഷോകളാണെന്ന് പറയുന്നെങ്കിൽ പോലും അവരും എന്താണ് ഒരു നേതാവിന് കൊടുക്കേണ്ട പരിരക്ഷയും അതുപോലെ തന്നെ ആഡംബരവും ഒക്കെ അവരും ഇവിടെയും പകർത്തുന്നുണ്ട്. അതായത് ഇവിടെ മറ്റേ ബസ്സിറക്ക്, AC ഇതും വലിയ സൗകര്യങ്ങളും. ഇപ്പം നമുക്കറിയാം ലോകത്തെ ഏറ്റവും പ്രഥമ പൗരൻ രീതിയിലാണ് അമേരിക്കൻ അവരെ കൊണ്ടുപോകുന്നത്. കാരണം ഒരുപാട് പ്രത്യേകതകളാണ് അമേരിക്കൻ അമേരിക്ക. അത് തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റിന് എപ്പോഴും ഭയങ്കര ഉന്നത പദവി എന്ന് വെച്ചാൽ ഒരുപാട് സുരക്ഷ. ഇപ്പം സുരക്ഷാ വാഹനത്തിന് പോലും ബോംബിന് പോലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വാഹനമാണ് നൽകുന്നത്. വൈറ്റ് ഹൗസിലെ സുരക്ഷാ രീതികളെല്ലാം തന്നെ അത്രയും, അതായത് മനസ്സിലാക്കേണ്ടത് അവരത്രയും ശ്രദ്ധ, ഒരു പ്രസിഡന്റ് എന്നതിന് അത്രയും ശ്രദ്ധ ഉണ്ട്. പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്താൽ, ഒരു പ്രസിഡന്റ് ആയാൽ പോലും തെറ്റ് ചെയ്താൽ അതേപോലെ തന്നെ ആ നിയമം അവിടെ ബാധിക്കും. കാരണം അവർ ഒരു പരിരക്ഷയും അതിനകത്ത് കാണില്ല. തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ ഇപ്പം ലഭിച്ച മതിയാവും. ഇപ്പം മറുഭാഗത്ത് ഇത് ഇന്ത്യയിൽ തന്നെ ഇപ്പം കേരളത്തിലൊക്കെ നോക്കുക, ഇവിടെ ആ ആഡംബരം മാത്രം പകർത്തുന്നുണ്ട്.
ശിക്ഷാരീതിയിൽ എന്താണ് ഇവിടെ ഇപ്പം നേരത്തെ പറയില്ലേ, പച്ചയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് പോലും ഇവിടെ ഒരാൾ ഇപ്പോഴും എന്താ നീതിക്ക് വേണ്ടി അലയുന്നു, മറ്റൊരാളുടെ കേസ് വാദിക്കുന്നു. ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പം ചർച്ചകൾ നടക്കുന്ന ആ ഒരു കാര്യത്തിലാണ്. അതാണ് വ്യത്യാസം നമ്മൾ നോക്കണം. അത് എല്ലാ മേഖലയിലും നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ യൂണിവേഴ്സിറ്റികളിൽ നടന്ന ക്രമക്കേടുകൾ, ഈ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ, ഭാര്യ മക്കളെല്ലാം അവരൊക്കെ ചെയ്ത പിന്നെ എന്താണ് ജോലി കിട്ടാൻ വേണ്ടി കാണിച്ച കൃത്രിമങ്ങൾ, ഇതൊക്കെ അവസാനം പരാതി കൊണ്ട് കൊല്ലുന്ന കേസിൽ പ്രതിയാവുന്ന ഒരവസ്ഥയിലാണ്. പരാതിക്കാരൻ പ്രതിയാവും. ഈ ഉടമസ്ഥനെ പിടിച്ചു കിട്ടുന്ന കാലമെന്ന് നമ്മൾ പറയും, നമ്മൾ പണ്ട് പഴയ മലയാളത്തിൽ. അതുപോലെ അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എണീറ്റ് നിന്നുകൊണ്ട് ഈ 16 രാജ്യങ്ങളെയൊക്കെ ചീത്ത വിളിക്കുമ്പം അവിടെ നീതിന്യായവസ്ഥയൊക്കെ അല്ലെങ്കിൽ പോലീസ് ആഭ്യന്തരോപകരണം എത്ര കൃത്യമായി അവർ പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കും. മാത്രമല്ല അവിടെ സാധാരണക്കാരനും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് പ്രസിഡന്റിന്. ഇവിടെ അതിനുള്ളൊരു അധികാരം പോലുമില്ല. ഇവിടെ ഒരു നോക്കുക, ഇവിടെ ഒരു KSRTC ബസ് ഡ്രൈവർക്ക് ഒരു മേയറിനോട് തന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ ഒരു പരാതി കൊടുത്താൽ പോലും അവിടെ നടപടിയില്ല. അയാൾക്കെതിരെ ഇപ്പം നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അയാൾക്കെതിരെ എല്ലാ കേസുകൾ കൊടുക്കാൻ പോകുന്നു, പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് യദുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പം അതവിടെ നിൽക്കുന്നു. കാരണം കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പരാതി കൊടുത്ത ആളാണ്. അതായത് മേയർക്ക് മുന്നേ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുത്ത ഒരാളുടെ അവസ്ഥ ഇവിടെ നടക്കുന്നു. അതിനുശേഷം കൊടുത്തവരും ഇല്ലാ കഥകൾ പറഞ്ഞ ഒരു ഇതും മേയറിന്റെയും സ്ത്രീയെന്നെയും ഒരു പ്രത്യേക പരിഗണന കൊണ്ട് അവർക്കിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എത്ര നേതാക്കന്മാർ ഇതുപോലുള്ള കേസുകളിൽ പെട്ടിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. കാര്യം എന്താണ് അവസാനം അന്തർധാരയാണ്, എല്ലാം തമ്മിൽ പരസ്പര ധാരണയാവും, പിന്നെ ഒന്നും മിണ്ടില്ല. ഇപ്പോൾ TP കേസിനിടയ്ക്ക് TP കേസിൽ ഇപ്പോൾ പ്രതികളൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കേസിലെ ഗൂഢാലോചന അന്വേഷിച്ചിട്ടുണ്ടോ? നേരെ ഗൂഢാലോചനയാണ് ശരിക്കും പറഞ്ഞാൽ അത് വരേണ്ടത്. ഗൂഢാലോചന ആർക്ക് താല്പര്യമല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, സായിപ്പാണ് ഇവിടെ പോലീസിങ് നമ്മളിന്ന് കാണുന്ന ഒരു പോലീസിങ് സംവിധാനം ഏർപ്പെടുത്തിയത്. പക്ഷേ അവർ ഒരു നമ്മൾ അടിമകളാക്കി ഭരിച്ചിരുന്നത് കൊണ്ട് ഈ പോലീസിനെ അവർ ഒരു മർദ്ദന ഉപാധിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്, അവർ കാര്യങ്ങൾ നേടാൻ വേണ്ടി. അതേസമയം ബ്രിട്ടനിലാണെങ്കിൽ ലോകത്തെ ഏറ്റവും മാന്യരായ പോലീസാണെന്ന് പറയും. ഈ പിടിച്ചോണ്ട് പോണ പ്രതി അല്ലെങ്കിൽ പിടിക്കാൻ പറഞ്ഞ ആൾ എത്ര മോശമായ പെരുമാറിൽ അവർ തിരിച്ച് മാന്യമായിട്ട് പെരുമാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, അദ്ദേഹം ഈ ലണ്ടനിൽ ആയിരുന്ന സമയത്ത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നപ്പോൾ ഒരു സ്ത്രീ മദ്യപിച്ചുകൊണ്ട് ഭയങ്കര ഒരു ബഹളം വയ്ക്കുന്നുണ്ട്. ഭയങ്കര ബഹളം, അവർ എല്ലാവരും നശിപ്പിക്കുന്നുണ്ട് അതൊക്കെ. അപ്പം ഈ പോലീസ് വന്നിട്ട് പോലും വനിതാ പോലീസ് എല്ലാവരും ഉണ്ട്. പക്ഷേ അവർ വളരെ പിന്നെ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പറയുന്നു, മാഡം പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us എന്നവരെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സ്ത്രീ വീണ്ടും ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ആണെന്നെങ്കിൽ അല്ല, അതാണ് നമ്മൾ പോലീസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം. ഇവിടെ സാധാരണ ഒരാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കയിലാണ് പിടിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് ആ സമയത്ത് കൂടെയുള്ള പോലീസുകാരിൽ ഒരാളെ ഇയാളെ മാറ്റി നിർത്തിയിട്ട് അത് മാന്യമായിട്ടായിരിക്കും തെറിവിളിയോ ചീത്തവളോ ചെയ്യുന്നില്ല. സാർ അപ്പുറത്തിരിക്കുക എന്ന് പറയുക, അയാൾ വണ്ടി ഓടിക്കും, വീട്ടിൽ കൊണ്ടാക്കും. പിഴ നടപടികൾ ചിലപ്പോൾ അത് അടയ്ക്കേണ്ട ഒരു ഫൈന് വരും. അല്ലാണ്ട് ഇവിടെ ആണെങ്കിൽ കാണുക ഇപ്പം നീ കുടിച്ചല്ലാടാന്ന് പറയും, കോളറിലും പിടിച്ച് ഇടിയും കൊടുത്ത് ജീപ്പിന്റെ പുറകിലും കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് താറുമാറാ എടുത്തിട്ട് ഇടിക്കും. സാധാരണ ഇപ്പൊ അതേസമയം അവിടെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഇപ്പോൾ ലോക്കൽ നേതാവോ ആയിക്കോട്ടെ പ്രത്യേക പരിരക്ഷയായിരിക്കും. സാറ് പൊക്കോന്ന് പറയും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെറ്റി കേസ് എഴുതി ചിലപ്പോൾ അവിടെ വിടും. അത് നാളെ അറിയില്ല. അതാണ് അവിടെ പക്ഷേ MLA ആയാലും നമ്മൾ മനസ്സിലാക്കണം, വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ MLA ആയാലും സാധാരണക്കാരനായാലും അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ വേർതിരിവില്ല. ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് നേരിട്ട് ചോദിക്കാം, കേസ് കൊടുക്കുക, നടപടി ഉണ്ടാവുന്ന ഉറപ്പുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പിന്നെ അവന്റെ ജന്മം പാഴാണ്. ഇവിടെ ഒരാൾക്ക് ഒരു ലോക്കൽ ഒരു MLA-ക്കെതിരെ പോലും ഒരു അയാൾ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം പോക്കാണ്, വേട്ടയാടലുകളായിരിക്കും പിന്നെ ഫുൾ. ഉറപ്പാണല്ലോ അത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ മേയറുടെ ഈ ബസ്സിലെ സംഭവം തന്നെ അതിൽ ഒരു യാത്രക്കാരൻ പോലും പരസ്യം പ്രതികരിച്ചില്ല സോഷ്യൽ മീഡിയ. നമ്മളിലേക്ക് ചർച്ച വിഷയമാണ്. സാധാരണഗതിയിൽ ഇത്ര സംഭവം ഉണ്ടായാലും ഞാനും ബസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ നീണ്ട സാഹിത്യം അടിക്കുന്ന ആളെ മനുഷ്യൻ പോലും പറഞ്ഞില്ല. എനിക്കിപ്പോൾ അതിനകത്ത് അവർ ചെയ്തത് നല്ലതാണെന്നത്. കാരണം ഇപ്പം യദുവിന് പോലും നീതി ലഭിക്കേണ്ട യദുവിന് പോലും കിട്ടിയില്ല, പിന്നെയാണ് ഇനി ഇവർക്ക് കിട്ടാൻ പോകുന്നത്. കാരണം എനിക്കൊന്ന് മാധ്യമങ്ങളുടെ കണ്ണുകൾ ഒരു പരിധി വരെ കാണുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു പാർട്ടി അല്ലെങ്കിൽ മൊത്തം ഒരു ഗുണ്ടാസംഘം തന്നെ അവർക്കെതിരെ തിരിയും. അപ്പൊ അവിടെ നിക്കക്കല്ലില്ലാതെ ആയിപ്പോകും. നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തതിന് ഒന്നോ രണ്ടോ ആഴ്ച ചിലപ്പോൾ മാധ്യമങ്ങളുടെ പരിരക്ഷ നമുക്ക് ഒപ്പമുണ്ടാകും. അതിനുശേഷം അവര് ഒറ്റപ്പെട്ടു പോകും. പിന്നെ ഒരു കാര്യങ്ങളും പിന്നെ അവരെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ ഒരു കാര്യങ്ങൾക്ക് ഇപ്പം നമുക്ക് ഒരു ഇതും കിട്ടില്ല. അന്ന് സർക്കാരിനെതിരെ പറഞ്ഞു അല്ലെങ്കിൽ ഇവർക്കെതിരെ നിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇതൊക്കെയാണ് നമ്മളെ കൂടെ അങ്ങനെ ചെയ്യാൻ പ്രാപ്തരാകാതെ. ഇപ്പം നാളെ ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ആരോഗ്യത്തോടെ പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ. പണ്ട് തന്നെ ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയ സമയത്ത് അത് മോണിക്ക ലെവിൻസ്കി ആ കേസൊക്കെ വന്നപ്പോഴേ അദ്ദേഹത്തിന് കുറ്റം സമ്മതിക്കേണ്ടിവന്നില്ലേ? വീടാണെങ്കിൽ അത് നിഷേധിക്കും, എനിക്ക് ബന്ധമില്ല എന്ന് പറയും. ഇപ്പം പിന്നെ ഈ ഇലക്ട്രോണിക് മീഡിയ വന്നതോടുകൂടി ക്യാമറയും മറ്റും വന്നതോടുകൂടി നിഷേധിക്കൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവർ നിഷേധിച്ചില്ല, എനിക്ക് ബന്ധമല്ല, അറിയില്ല.
പിന്നെ പണ്ട് പത്രങ്ങളിലുണ്ട മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഇവർ പറഞ്ഞാൽ വളച്ചൊടിച്ചാണെന്ന് പറയും. ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് എഡിറ്റ് ചെയ്താണെന്ന് പറയും, അല്ലെങ്കിൽ മോർഫ് ചെയ്താണെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് യാതൊരു സാങ്കേതിക അറിയാൻ പാടില്ലാത്ത നമ്മുടെ നാട്ടിലെ പല പ്രമുഖരും ഇത്തരം അബദ്ധങ്ങൾ തട്ടിവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഈ കണ്ടുപഠിക്കേണ്ടതാണ് നമ്മുടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ. അവിടെ എല്ലാവർക്കും നിയമം ഒന്നുമല്ല, നിയമം അങ്ങനെ ആയിരിക്കണം എപ്പോഴും. ഇവിടെ പക്ഷേ വേറൊരു എല്ലാവരും നിയമത്തിൽ ഒന്നാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് ട്രംപ് കുറ്റക്കാരൻ കണ്ടെത്തി. ഇവിടെ പക്ഷേ നമ്മൾ ഈ സ്ത്രീകളെ വെച്ച് ഉപയോഗിക്കുന്നത് പരമാവധി അതിനെ താറടിച്ച് കാണിക്കുക. ഇപ്പം 1 ലക്ഷമല്ല, നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉമ്മൻചാണ്ടി എന്ന നേതാവ് തന്നെ. അദ്ദേഹത്തിനെതിരെ ഈ ഒരു വിഷയം കൊണ്ടുവന്നു, പക്ഷെ അവർ തന്നെ പരാജയപ്പെട്ടു പോയി, ഉന്നയിച്ചവർ തന്നെ പരാജയപ്പെട്ടു. ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ ലാസ്റ്റ് കോടതി തന്നെ തെറ്റുകാരനെന്ന് കണ്ടെത്തിയ ആ ഒരു രീതിയിൽ നമ്മൾ അത്രയും ദിവസം തെളിവില്ലാതാക്കുന്നത്, തെളിവ് കണ്ടുപിടിക്കേണ്ട ആളിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ ബസ്സിന്റെ കാര്യത്തിൽ തന്നെ മെമ്മറി കാർഡോടെ പോയി, ദിവസം എത്രയായില്ലേ മെമ്മറി കാർഡ് പോയി, ഇനി ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, മെമ്മറി കാർഡ് അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇവരെ വലിയ താത്വികമായി വിലയിരുത്തുകയും കാണിക്കുന്ന മുഴുവൻ ഇതുപോലത്തെ പരിപാടികളാണ്. അപ്പോൾ അമേരിക്കയൊക്കെ നമ്മൾ ചീത്ത വിളിക്കുക ഇറങ്ങുമ്പോൾ അത് നമ്മൾ ആ മിനിമം ചിന്തിക്കണം. അവിടെ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന സാധാരണക്കാരനെ വിളിക്കാം, മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല, അതൊരു തെറ്റുമില്ല. അപ്പോൾ അതുപോലെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഇത് ഈ ആരുടെ ജനാധിപത്യമാണെന്നൊരു ചോദ്യമുണ്ട്. ഈ ഭരിക്കുന്നവരുടെ ആധിപത്യമാണോ അതോ പാവപ്പെട്ട ജനത്തിൻ്റെ ആധിപത്യമാണോ എന്നുള്ളത്. പലരും പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് മാത്രമേ ഈ സാധാരണക്കാരൻ മനുഷ്യൻ ഈ രാജ്യത്ത് നമുക്ക് വിലയുള്ളൂ എന്ന് തോന്നിപ്പോകും. അത് കഴിയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവരെല്ലാ കാര്യത്തിനും അമേരിക്കയിൽ നമുക്കറിയാലോ, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇന്ന ആളായിരിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ പാർട്ടി ഇവിടുത്തെ പോലെ എൻ്റെ അനിയൻ്റെ മകനുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ ഭാര്യയുണ്ടെന്ന് സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവിടെ നടക്കില്ല. ജനങ്ങളുടെയും കൂടെ അഭിപ്രായത്തിനനുസരിച്ച് അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എന്ന് നന്നാവുമെന്ന് ചോദിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കേരളം, നമ്മൾ മറ്റു സംസ്ഥാനങ്ങളൊക്കെ വിട്ടാൽ പോട്ടെ, അതൊക്കെ ശരിയായിക്കോളും. ഈ കേരളത്തിൽ നിന്ന് സംഭവിക്കുമെന്നുള്ള നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരിക്കലും നമ്മൾ ഒരു നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്, ഒരിക്കലും ആർക്കും. അപ്പോൾ ഈ വലിയ കസേരയിരിക്കുന്ന ആളൊക്കെ മാത്രം ഒരു നീതി, അല്ലാതെ തന്നെ മറ്റൊരു നീതിയാണ് ഈ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം ഏർപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഏർപ്പെടുത്തുന്നത്. കോടതി കുറ്റം പറയാൻ കഴിയില്ല, കാരണം കോടതി കുറ്റക്കാരല്ല. കാരണം ഇതുവരെയാണല്ലോ കോടതിയിൽ എത്തിക്കേണ്ടത്. കോടതിയിൽ തെളിവും സാക്ഷി വഴി മറ്റെല്ലാ കാര്യങ്ങളും കൃത്യം ചെന്നാൽ മാത്രമേ കോടതിക്ക് നടപടിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യാതെ എന്നിട്ട് പലപ്പോഴും കോടതികൾ ഇടപെട്ടിട്ടുണ്ട്, അത് ശക്തമായ രീതിയിൽ. ഇവിടെ കോടതികളും കൂടെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇതിനേക്കാൾ അപ്പുറമായിരുന്നു തന്നെ. പല കാര്യങ്ങളും കോടതി വളരെ കൃത്യമായി ഇടപെടുകയും അവരവരുടെ നിലപാട് വ്യക്തമാക്കുകയും ഈ പോലീസിൻ്റെയൊക്കെ ഇത്തരം പരിപാടികൾ കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷകൻ ചീത്ത വിളിച്ച കേസിലൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ഇടപെട്ടല്ലോ ഹൈക്കോടതി. അപ്പോൾ നമുക്ക് കോടതി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു ആശ്വാസമുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലായി പോയാൽ അവസാനം. അതെ, നമുക്കിപ്പോഴും നീതി എവിടെ, നീതി അകലെ എന്നുള്ള രീതിയാണ് ഇപ്പം നിൽക്കുന്നത്. അതെ അതെ അതെ. ഇവിടെ സാധാരണക്കാരന് നേരത്തെ പറഞ്ഞ തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്വാധീനം കൊണ്ട് നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ കേരളം മാത്രമല്ല, മൊത്തം ഇന്ത്യ നമുക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം. എന്നാലും നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് തന്നെ നമുക്കിത് ചോദിച്ചേ മതിയാകും. അതെ, നമ്മൾ ചോദിക്കണം. നമ്മളിപ്പം നേരത്തെ പറയുന്നത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കൾ അല്ലെങ്കിൽ നമ്മളാൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് ഇവരെ ഭരണ കസേരകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്തായാലും തെറ്റ് കാണിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മൾ പല ചോദ്യങ്ങൾ ചോദിച്ചു, പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, മൗനിയായിട്ട് പോകുന്നു, വിദേശയാത്ര നടത്തുന്നു, അങ്ങനെ പോവുകയാണ്. ഇവിടെ ആ ഒരു വ്യത്യാസമാണ് നമുക്കുള്ളത്. കാരണം ഇപ്പോഴും നമുക്ക് ഇവിടുത്തെ ഒരു സർക്കാരിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്രമായാലോ സംസ്ഥാന സർക്കാരായാലും ആരായാലും നമുക്ക് നേരിട്ടൊരു ചോദ്യം, ഒരു ആശയവിനിമയം നടത്താൻ ഇപ്പോഴും സൗകര്യമില്ല. നേരത്തെ പറയുമ്പോൾ തന്നെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം കുറച്ച് അണികളുടെ മുമ്പിൽ നമ്മളെ സങ്കടം പറയാന്നല്ലാണ്ട് ഒന്നും നടക്കില്ല. മുഖ്യമന്ത്രി വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് EPN പറയാൻ സൗകര്യമില്ലെന്നല്ലേ? അതെ, അപ്പോൾ നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ അത് ജനാധിപത്യത്തിൽ ഏറ്റവും വളരെ അതിവിചിത്രമാണ്. ഈ ഒരിക്കൽ നമ്മുടെ JS അടൂരുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ ഒരിക്കലും ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഈ അധികാരം ഒരുത്തന് വന്നു എന്നുള്ള ആ തോന്നൽ വരണം. നമ്മുടെ നാട്ടിൽ ഇയാളുടെ കാറിലും ഇയാൾക്ക് ലഭിക്കുന്ന ഓഫീസ് റൂമിലും ഒരു വെള്ള ടവൽ, ഒരു പച്ച വരള ടവലിട്ട്, ഈ ടവലിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്തോ ആയി എന്നുള്ള ഒരു ചിന്ത ഈ മനുഷ്യർക്കെല്ലാം പിടികൂടും. പിന്നെ ഇവരെല്ലാവരും ഞാൻ രാജാവാണ് എന്ന രീതിയിൽ പെരുമാറുന്നൊരവസ്ഥയിലേക്ക് എത്തും. അത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ ജനാധിപത്യത്തിനെ നിയമവ്യവസ്ഥയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പം കോടതിയിൽ ഒരു വിഷയം എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, ഇവിടെ നിന്ന് എല്ലാ സാധനവും എത്തിക്കണ്ടേ, അതൊരിക്കലും ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ അമേരിക്ക പോലെ രാജ്യത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ശരിക്കും അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും അവിടെയൊക്കെ തന്നെ അവിടെ വളരെ കൃത്യമായി നിയമവ്യവസ്ഥയും ജനാധിപത്യവും പോലീസിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപരി അവിടെ ഈ ഭരണത്തിലിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊരു ഇതുണ്ട് അവർക്ക്. കാരണം ഇവിടെയല്ലേ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ പറയാൻ കറക്റ്റാണ്, ഇവിടെ അധികാരത്തിലേറി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ എന്തോ ആണ്, രാജാവാണ്. ഇപ്പോഴും ആ ഒരു മനോഭാവമല്ലേ. ഇപ്പം എന്തെങ്കിലും
ചോദിക്കാൻ പാടില്ല, ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല, നിർത്തണം, ആ ഒരു ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കടന്നാക്രമിക്കണം. ഒരു രീതിയിൽ നമുക്ക് ഒരു ഇടപെടാൻ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ നേതാക്കളൊക്കെ പോകുന്നത്. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്, ഈ നമ്മുടെ നാട്ടിലെ നമുക്ക് സ്വാതന്ത്ര്യ സമരം വെച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, കേരളം ഒരു ഇന്ത്യയൊക്കെ വന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അന്ന് ഭരിക്കാൻ വന്ന ആളുകൾ എന്തുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരെ വിട്ടിട്ട് ഈ കൊട്ടാരങ്ങളിൽ കയറി താമസിക്കുന്നു എന്നുള്ളത്. ക്ലിഫ് ഹൗസ്, കണ്ടോൺമെൻറ്റ് ഹൗസ്, SND, ഇതെല്ലാം തിരുവനന്തപുരത്തെ കൊട്ടാരങ്ങളാണ്. ഈ ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് അവരുടെ പ്രധാനപ്പെട്ട ഉന്നതന്മാർക്ക് ജീവിക്കാൻ വേണ്ടി താമസിക്കാൻ വേണ്ടി കെട്ടിയ കൊട്ടാരങ്ങളാണ് ഇതെല്ലാം. ഈ കൊട്ടാരങ്ങളിൽ നമ്മുടെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളൊക്കെ കയറി താമസിക്കുകയാണ്. അപ്പോൾ സായിപ്പ് ഇറങ്ങി പോയിട്ട് അടുത്ത സായിപ്പ് പോകുന്നു എന്നുള്ളതാണ്. ഒരു സൂട്ടും കോട്ടിട്ട സായിപ്പിന് നേരെ മുണ്ടും ഷർട്ടും ഇട്ട വേറെ സായിപ്പോടെ കയറി പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ കൊട്ടാരത്തിൽ ചെന്ന് ഇരിക്കുമ്പം പല ഔദ്യോഗിക വസ്തുക്കൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഫർണിച്ചറൊക്കെ പഴയ രാജാവിൻ്റെ കാലത്ത് സായിപ്പിൻ്റെ കാലത്ത് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ അറിയാതെ ഒരു ബോധം അങ്ങ് വരും, ഞാൻ ഒരു സംഭവമായി കഴിഞ്ഞു. മറ്റേ നാഗവല്ലി അതെ അതെ അതെ. ഈ മറ്റു ചില സ്റ്റേറ്റുകളിലൊക്കെ ചില ജനപ്രതിനിധികൾ ആളെ തല്ലുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചില മന്ത്രിമാരൊക്കെ സംശയം അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ എന്നാലും ഭാഗ്യത്തിന് അങ്ങനെ സംഭവിക്കാറില്ല. എങ്കിൽ പോലും അമേരിക്ക കാട്ടിയ ഈ ഒരു മാതൃകയുണ്ടല്ലോ, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം കോടതി പിന്നെ ഈ മുൻ പ്രസിഡൻ്റായ ട്രംപ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പോലീസിൻ്റെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല അവിടുത്തെ ആളുകൾ കുറച്ചുകൂടെ നേരത്തെ പറയുന്ന പോലെ തന്നെ അവർക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇതുണ്ട്. ഇപ്പം ഈ ഒരു കേസ് കൊണ്ട് മാത്രം ട്രംപിനെ അളക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടത്തെ പോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ പീഡനം എടുത്ത് ഇട്ട് കൊടുത്താൽ ആരാ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അവിടെ വ്യക്തിപരമായിട്ട് നോക്കുക ട്രംപ് ചെയ്തത് എന്താണ്. ഇപ്പം നമുക്ക് പരസ്പരം ഇതുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു ലൈംഗിക ബന്ധത്തിലൊക്കെ. അപ്പം അങ്ങനെയായിരിക്കും അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അവിടെ ട്രംപിനെ കുറിച്ച് ഇപ്പം ഇതിന്റെ ഇമേജ് പോകുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, ഈ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇലക്ഷനിൽ നിന്ന് പിന്മാറാതെ എന്ത് നേരിടാൻ തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞത് കോടതി. അപ്പം അതൊക്കെയാണ് അവിടെ വേണ്ടത്. കാരണം ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് നിഷേധിച്ചിട്ടുണ്ട് ഇതായിട്ട്, എന്നാലും നേരിടുന്നുണ്ട് ഇതുപോലെ. അതാണ് വേണ്ടത്. ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും മനുഷ്യരാണ് തോന്നലുണ്ട്, അവർക്കറിയാം മനുഷ്യരാണ് തെറ്റുകൾ സംഭവിക്കുന്ന രീതിയുണ്ട്. അപ്പം ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഇവിടത്തെ പോലെ ഒരു മറകെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഏതായാലും അമേരിക്ക എതിർക്കുന്നതൊക്കെ നല്ലതാണ്, നിങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അവിടെ നീതിന്യായ വ്യവസ്ഥയും നിയമവും എല്ലാം വളരെ കൃത്യമായി നടക്കുന്ന കാര്യത്തിലെങ്കിലും ചില നല്ല കാര്യങ്ങൾ നമ്മൾ ഇഷ്ടമില്ലാത്തവർ ചെയ്താൽ പോലും നമ്മൾ അത് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന ഒരു നല്ല കാര്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നല്ല നേതാക്കന്മാർ കണ്ടുപഠിക്കണം അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ. ഈ ട്രംപിനെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ജൂലൈ 14 ഇതിന് ശിക്ഷ വിധിക്കാനും പോവുകയാണ്. ഇത് തീർച്ചയായും കേരളത്തിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് ഇതൊന്നും കൂടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിലും നമുക്കത് ആ മാതൃക ഒന്ന് കണ്ടുപഠിക്കാൻ നമുക്ക് പറയാം. കാരണം നിരന്തരമായി വിദേശയാത്ര നടത്തുന്നവരാണ് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ. അവരെങ്കിലും അത് അവിടെ പോകുമ്പോൾ അവർക്ക് മനസ്സിലായി കാണുമായിരിക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനെ അല്ല എന്നുള്ള ഒരു ആശ്വാസം കൊള്ളുകയായിരിക്കാം. എങ്കിലും അതൊന്ന് കണ്ടു പഠിക്കണം. ഇതൊരു മാതൃകയാവണം. കുറ്റം ആര് ചെയ്താലും അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നമസ്കാരം.